ഹലോ ഫ്രണ്ട്സ്, ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ സജിത. അപ്പോൾ ഇന്ന് വന്നത് സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ. നമ്മുടെ അഡീനിയം പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതിനുള്ളൊരു പരിഹാരമൊക്കെ പറയാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ പ്ലാന്റിനുള്ള പ്രശ്നം എന്നൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ ഈ പ്ലാന്റിനാണ് കേട്ടോ പ്രശ്നം വന്നത്. അപ്പോൾ ഇത് വിത്തിട്ടിട്ട് കുറേ തൈകൾ കിട്ടിയതാണ്. കുറച്ചൊന്നിങ്ങനെ പ്ലാന്റ് ഉയർന്നു പോയപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് കേട്ടോ പ്രശ്നം. ഇത് കണ്ടില്ലേ, ഈ രീതിക്ക് അങ്ങനെ എന്താ പറയുക, ചുളുങ്ങി പോവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സൈഡ് ഇങ്ങനെ കുഴിഞ്ഞ് ഒരു സൈഡ് പൊന്തി ഇങ്ങനെ നിൽക്കും. അപ്പം നന്നായിട്ട് തന്നെ ഈ പ്ലാന്റിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ പ്ലാന്റിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് പല ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 മാസം മുന്നേ വേറൊരു പ്ലാന്റിന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കത് എന്താണെന്നൊന്ന് പിടുത്തം കിട്ടിയില്ല. ആ പ്ലാന്റ് ഇപ്പോൾ ശരിയായി, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അഡീനിയം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണ്ട പ്ലാന്റ് അല്ലേ. അപ്പം ടെറസിന് മുകളിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ഞാനതിങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടപ്പം ആദ്യം വിചാരിച്ചത് വെള്ളം കൂടിപ്പോയിട്ടാണ്. പൊതുവേ 3-4 ദിവസം കൂടുമ്പോഴൊക്കെ സോയിൽ ഡ്രൈ ആയാലല്ലേ നമ്മൾ വെള്ളം കൊടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ പ്ലാന്റിന് വെള്ളം കൊടുത്തത്. വെയിലത്തുനിന്ന് മാറ്റിയതുമില്ല. അതോട് കൂടിയിട്ട് കൂടുതൽ അധികമായി വന്നു. ആ പ്ലാന്റിൻ്റെ ബോർഡേഴ്സ് ഇങ്ങനെ ചുരുങ്ങിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമല്ലാന്ന്. പിന്നെ യൂട്യൂബൊക്കെ നോക്കി അതിൻ്റെ പ്രശ്നമൊക്കെ കണ്ടുപിടിച്ച് ചെയ്തപ്പം ആ പ്ലാന്റ് ശരിയായിട്ട്. അപ്പോൾ ഒരു 3 മാസമായിട്ട് ആ പ്ലാന്റ് ശരിയായി. അപ്പോൾ നമ്മളെന്തായാലും കാരണറിഞ്ഞ് ചികിത്സിച്ചാലല്ലേ അല്ലേ അസുഖം മാറുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ വെയിൽ കൊണ്ടിട്ട് ഈ കോഡക്സിലെ ഈർപ്പം വറ്റിപ്പോകുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെയിലത്തുനിന്ന് മാറ്റിയാൽ വേണ്ടത്. കുറച്ച് ദിവസം വെയിലത്തുനിന്ന് മാറ്റി ഒരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. അപ്പം തന്നെ ഇതിൻ്റെ പ്രോഡക്ട്സ് നൂറിന് വരും കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു മരുന്നുമില്ല. നമ്മളത് വെയിലത്തുനിന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ ചെറിയ തോതിലൊന്ന് വെള്ളം കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം. വലിയ പ്ലാന്റിനൊക്കെ ഈ പ്രശ്നം വരും കേട്ടോ. വലിയ പ്ലാന്റിൻ്റെ പ്രോഡക്ട്സൊക്കെ പഴയ മാതിരി ആയി കിട്ടാൻ കുറേ ടൈം പിടിക്കും, മാസങ്ങളോളം പിടിക്കും കേട്ടോ. പക്ഷെ ഇതൊക്കെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് എൻ്റെ ആദ്യം കുഴപ്പം വന്ന പ്ലാന്റ് ഒരു മാസം കൊണ്ട് തന്നെ നൂർന്നു കേട്ടോ പ്രോഡക്ട്സ്. പിന്നെ ഒരു 2 മാസം കൂടി അങ്ങനെ വെച്ചപ്പോൾ നന്നായിട്ട് പഴയ പോലെ ടെമ്പറായി. പക്ഷേ വലിയ പ്ലാന്റിനൊക്കെ മാസങ്ങൾ തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ വെയിലത്തുനിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പിന്നെ വെള്ളം ഒന്ന് കൊടുത്ത് ബാലൻസ് ആക്കി വരിക. 2 ദിവസം കൂടുമ്പോൾ ചെറിയ തോതിലൊന്ന് വെള്ളം കൊടുത്ത് ബാലൻസ് ആക്കി കൊണ്ടുവന്നാൽ ആ പ്രശ്നം അവിടെ ശരിയാവും. അല്ലെങ്കിൽ അതങ്ങനെ കൂടി വന്നിട്ട് നമ്മുടെ പ്ലാന്റ് തന്നെ നശിച്ചു പോകും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ, ഇതിപ്പോൾ രണ്ടാമതും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് ശരിയായിട്ട് ഞാനിപ്പോൾ വെയിലത്തേക്ക് മാറ്റി. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വെയിലത്തുനിന്ന് മാറ്റി വെള്ളം കൊടുത്തിട്ട് പ്ലാന്റിൽ നിന്ന് ബാലൻസ് ആക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേ ആദ്യം ഒരു 3 മാസം മുന്നേ പ്രശ്നം ഉണ്ടായ പ്ലാന്റ് ഇതാണേ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്ട്സ് നോക്കിക്കുക, പഴയ പോലെ തന്നെ നല്ല ടെമ്പറായി, നല്ല ഉഷാറായിട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ അതിനെ വെയിലത്ത് തന്നെയാണ് വെക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതേപോലെ ആക്കണേ. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വെയിലത്തുനിന്ന് മാറ്റാൻ പോവുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു പ്ലാന്റിനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ദിവസമായ പോലെ ഉണ്ട്. ഞാൻ പ്ലാന്റ് പല ഭാഗത്തും ഇങ്ങനെ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചില്ല. വേറൊരു പ്ലാന്റിന് വന്നതെന്ന് വെച്ചാൽ അത് തുടക്കമാണ്, വലിയൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല, ചെറുതായി ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം എന്നാലും ഇതാ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട്, ഒരു കുഴിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവരെ രണ്ടാളിപ്പോൾ ഒന്ന് വെയിലത്തുനിന്ന് മാറ്റി സെറ്റാക്കി വെക്കണം. ഇത് തുടക്കമാണ്, ഇത് പെട്ടെന്ന് തന്നെ നൂർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ വെയിലത്തുനിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് എന്താ വെച്ചാൽ നമ്മൾക്ക് ശരിക്കും അറിയില്ല. നമ്മളിപ്പോൾ ഈ അടീനിയ എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ഒരു പ്രശ്നം, വെയിൽ വേണം എന്നുള്ളൊരു ധാരണ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് വെയിലത്തുനിന്ന് മാറ്റുക എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടി നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാൻ തന്നെ കാരണം. ഞാനിപ്പോൾ അത് അന്ന് യൂട്യൂബ് നോക്കി ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലാന്റ് എന്തായാലും നശിച്ചു പോവുകയാണ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പ്ലാന്റിന് വേറൊരു പ്രശ്നം വരും, കോഡക്സിന് ഞെങ്ങിപ്പോകുന്നൊരു പ്രശ്നം അല്ലേ. അതിപ്പോൾ ഇതാകണ്ട, ഇതൊരു ചെറിയ ഞെങ്ങലാണ്. അത് നമ്മുടെ പല കാരണങ്ങളും കൊണ്ട് വരും കേട്ടോ. റിപ്പോർട്ട് ചെയ്ത് ഇത് നമ്മൾ പെട്ടെന്ന് വെയിലത്തേക്ക് വെക്കുമ്പോൾ വരും. പിന്നെ നമ്മൾ ഓൺലൈനിൽ പ്ലാന്റ് വാങ്ങി വരുമ്പം ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഞങ്ങലുണ്ടാവും പെട്ടെന്ന് കുറച്ച് ദിവസമൊക്കെ. അതൊക്കെ തന്നെ ശരിയായിക്കോളും. പിന്നെ വെള്ളം കൂടിയാലും ഈ ഞങ്ങൽ വരും കേട്ടോ. ഇതിപ്പോൾ വെള്ളം കൂടിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മഴയത്തായിരുന്നു പ്ലാന്റ്. അപ്പം വെള്ളം മാർന്നു പോകാത്ത പ്രശ്നം കൊണ്ടൊക്കെയാണ് ഈ ഒരു ഞങ്ങൽ വരുന്നത്. ഈ 2 പ്ലാന്റും കണ്ടാൽ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവൂലേ. അതൊരു ഞങ്ങലും ഇത് വല്ലാതെ കുഴിഞ്ഞു പോയൊരവസ്ഥയാണ്.
അപ്പോൾ രണ്ടിനും രണ്ട് കാരണമാണ്. ആ രണ്ട് കാരണത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ, ആ ചികിത്സിച്ചാൽ ആ പ്ലാന്റ് ശരിയായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ഞങ്ങളേ ഉള്ളൂ. ഇത് നന്നായിട്ട് വെള്ളം അതിലുണ്ട്. ആ മണ്ണ് ഒന്ന് കട്ടിയായി പോയ പോലെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസം വെള്ളം കൊടുക്കാതെ വെച്ചാൽ ഈ പ്ലാന്റ് ശരിയാവും. അപ്പം ഞങ്ങൾ വരുന്നത് നമ്മൾ പ്ലാന്റ് കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് വെയിലത്തേക്കൊക്കെ വെച്ചാൽ പല പ്ലാന്റിനും ഞങ്ങളുണ്ടാവും. അതൊക്കെ സാധാരണ രീതിക്ക് ശരിയാവും, വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ശരിയാവും. പക്ഷെ നമ്മൾ ഈ കാണിച്ച ഈ ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വെയിലത്തുനിന്ന് മാറ്റി തന്നെ വേണം, അല്ലെങ്കിൽ ആ പ്ലാന്റ് ഒരിക്കലും രക്ഷപ്പെട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ രണ്ടും പ്ലാന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രശ്നം മനസ്സിലാവും പ്രോഡക്ട്സിന്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ രീതിക്കൊക്കെ ചെയ്ത് നോക്കിയാൽ പ്ലാന്റ് രക്ഷപ്പെട്ട് കിട്ടും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.